നമ്മൾ ഫൊറിയർ സീരീസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഈ ഫൊറിയർ സീരീസൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻ്റഗ്രേഷൻസും കൂടെ ഒന്ന് പെട്ടെന്ന്, അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, അത് കാണാനായിട്ട് വേറൊരു ട്രിക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ ഒന്ന് നോക്കി വെക്കാം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ വാല്യൂ ഓഫ്, അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ് ഇവിടെ. അതായത് ഇഫ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് എക്സ് ദെൻ എഫ് ഓഫ് എക്സ് ഇസ് സെഡ് ടു ബി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പം ഒരു പീരിയോഡിക് ഫംഗ്ഷനുകളാണെന്ന് നമ്മൾ ഇവർ പീരിയോഡിക് ഫങ്ഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഫൊറിയർ സീരീസ് തുടങ്ങിയപ്പം അല്ലേ, എക്സ്പ്ലനേഷൻ വീഡിയോയിൽ. ഇനി നോക്കിക്കേ, കുറച്ച് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് MSQ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പീരിയോഡിക് ഫങ്ഷൻ. ഇപ്പം സൈന്, കോസ്, സീക്ക്, കൊസീക്കൊക്കെ തന്നെ പീരിയോഡിക് ഫങ്ഷൻ്റെ ആൾക്കാരാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 1-2 ഇക്വേഷൻസ് ഉണ്ട്. ഇൻ്റഗ്രേഷൻ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. സൈൻ NX ആകുമ്പം അറിയാമല്ലോ, അതായത് സൈൻ എക്സ് ആകുമ്പം കോസ് എക്സ് ആണ്. പക്ഷേ സൈൻ്റെ കൂടെ വേറൊരാളും കൂടെ വരുവാണ്, NX എന്ന് പറയുന്ന പുതിയൊരു ടേം. അപ്പോൾ N എന്ന് പറയുന്ന ആരാണോ എക്സ്ട്രാ വന്നത് അവരെ നമ്മൾ താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ മൈനസ് കോസ് NX ബൈ N. ഇനി കോസ് എക്സ് ഡി എക്സിൻ്റെ എന്താണ്, സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് NX. അപ്പം എന്ത് വന്നാലും ഇപ്പം അങ്ങനെയാണെങ്കിൽ കോസ് 2x എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ 2x ബൈ 2. അങ്ങനെ ഓക്കെ. ദെൻ ഇവിടെ പഠിക്കേണ്ട ഒരു 2 ഇക്വേഷൻസ് ഉണ്ട്. ഇത് രണ്ടും, അതായത് നമ്മൾ ഈ 2 ഇക്വേഷൻ e⁻ax cos bx എന്ന് പറയുന്നതും e⁻x sin bx എന്ന് പറയുന്ന 2 ഇക്വേഷൻസ് +1 +2 പഠിക്കുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഫോർമുല ഷീറ്റിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് നെറ്റിനും CSIR നെറ്റിനും ഇത് ആവശ്യമുണ്ട്. ഇൻ്റഗ്രൽ e⁻ax cos bx dx എന്ന് പറയുന്നത് e⁻ax ബൈ a² + b² a cos bx + b sin bx. അപ്പോൾ അങ്ങനെയാണെങ്കിൽ e⁻2x sin 3x dx എങ്ങനെ വരും എന്നുള്ളതൊന്ന് എഴുതി നോക്കുക കേട്ടോ. അതായത് A എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 2 ആയിട്ട് എടുത്തു, B എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ e⁻2x sin 3x. അപ്പം നമ്മുടെ A എന്ന് പറയുന്നത് 2ഉം B എന്ന് പറയുന്നത് 3ഉം ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? അതുപോലെ തന്നെ e⁻ax sin bx dx എന്ന് പറയുന്നത് e⁻ax ബൈ a² + b² a sin bx മൈനസ് b cos bx. കോസ് ആകുമ്പം കോസ് ആദ്യം, സൈൻ പിന്നെ. സൈൻ ആകുമ്പം സൈൻ ഫസ്റ്റ്, കോസ് പിന്നെ, പക്ഷെ നെഗറ്റീവ് വരും. ഓക്കെ, അതിപ്പോൾ ഇൻ്റഗ്രേഷൻ, സൈൻ്റെ ഇൻ്റഗ്രേഷനിലൊക്കെ നമ്മൾ നെഗറ്റീവ് കാണാറുണ്ട്, സൈനാണ് ആദ്യം വരുന്നതെങ്കിൽ. ഓക്കെ ആണോ? ഇനി നമ്മൾ പാർട്സിലേക്കാണ് പോകുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതായത് നമ്മൾ നോർമലി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നൊരു ഇക്വേഷൻ എന്നേ നമ്മളിങ്ങനെ ഹൈലൈറ്റ് എന്ന് എഴുതത്തില്ലേ. ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു ഓർഡറിലാക്കും നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ ഇൻവേഴ്സുകൾ ആ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ആദ്യം ഇൻവേഴ്സിനെ ആദ്യത്തെ ടേമായിട്ട് എഴുതണം. പിന്നെ ലോഗരിതമിക് ടേംസ്, അപ്പം ഇൻവേഴ്സ് ലോഗരിതമിക് ടേംസ്, പിന്നെ അർത്തമെറ്റിക് ടേംസ്, അർത്തമെറ്റിക് ഓൾജിബ്രിക് ആയിട്ടുള്ള ടേംസ്, പിന്നെ ട്രിഗ്നോമെട്രിക് വൃത്തിക്ക് എഴുതിത്തരാം കേട്ടോ. ആദ്യം തന്നെ ഇൻവേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആദ്യം എഴുതണം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് എക്സെട്ര. ഇൻവേഴ്സായിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ അവരെ ആദ്യം എഴുതുക. അടുത്തത് ഹൈലൈറ്റിൽ L അല്ലേ, ഹൈലൈറ്റിൽ അടുത്തത് വരുന്നത് L ആണ്. L എന്ന് വെച്ചാൽ ലോഗരിതമിക് ടേംസ് ഉണ്ടെങ്കിൽ, ലോഗരിതമിക് ടേംസ്
ഇപ്പോൾ ലോഗരിതമിക് ടേംസ് എന്ന് പറയുമ്പോൾ ആരാ? ലോഗ് എക്സ്, ലോഗ് എൻ എക്സ്, അങ്ങനെ ലോഗ് ഉണ്ടെങ്കിൽ അവരെ രണ്ടാമത് എഴുതുക അല്ലേ. അടുത്തത് അപ്പം മക്കൾക്ക് അറിയാമായിരിക്കും, മിസ് പറയുന്നതേ ഉള്ളൂ. അടുത്തത് എ ഫോർ ഓൾജിബ്രിക് ഫങ്ഷൻസ്, അതായത് 2x 5x+1 6x+1 അങ്ങനെ ഉണ്ടെങ്കിൽ. അതിനുശേഷം ഈ എന്തായിരുന്നു, ടി എന്തായിരുന്നു? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ് എക്സെട്ര. അപ്പോൾ ഐ എന്തായിരുന്നു? ഐ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നെ ആയിരുന്നു, പക്ഷേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരുന്നു. ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് അങ്ങനെ. ഇ എന്ന് പറയുന്നത് എന്താ? എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് അറേഞ്ച് ചെയ്യണം. അതായത് e⁻x, 2x, 2⁻−x അങ്ങനെ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ആക്ച്വലി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റിലേക്ക് മാറ്റി വെക്കും. ആദ്യം ഫസ്റ്റ് ടേം ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതാക്കി, ലോഗരിതമിക് ആക്കി, അങ്ങനെ നമ്മൾ മാറ്റി എഴുതും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആദ്യം ഇനിഷ്യലി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു വലിയ ഇക്വേഷൻസ് ഉണ്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോളിനോമിയലിൻ്റെ കൂടെ എനി ഫങ്ഷൻ ഡി എക്സ് വന്നാൽ നമുക്ക് വി യൂസ് ഫൊറിയർ ഫുൾ, ഇങ്ങനെ പാർട്സ് വേണ്ട, അതായത് ഫൊറിയർ സീരീസ് കാണാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇൻ്റഗ്രേഷൻ, അതായത് ഫൊറിയർ സീരീസിൻ്റെ അകത്ത് ഓരോ ടേംസ് കണ്ടുപിടിക്കാനായിട്ട് എ എക്സ് ബി എക്സ് എന്ന് പറയുന്ന ഓരോ ടേംസ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യണം. അപ്പം ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്നിട്ട് പോളിനോമിയലിൻ്റെ കൂടെ എനി ഫങ്ഷൻ ഡി എക്സ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പകരം u(v1 - u'(v2) + u'(v3). u' എന്ന് പറയുന്നത് ആ ടേമിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. u'' എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആളെ വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇനി v1 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആ നോട്ട്സ് കാണിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ v1 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേംസിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. v2 എന്ന് പറയുന്നത് ആ കിട്ടിയ ഇൻ്റഗ്രേഷനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. v3 എന്ന് പറയുന്നത് v2 ഇൻ്റഗ്രേഷനെ ഒന്നും കൂടെ. അങ്ങനെയാണിത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിനെക്കാട്ടിലും എളുപ്പമാണ്. ഓക്കെ, ഇനി ശരിക്കും എന്താ ഞാൻ പറഞ്ഞു, ഒരു പോളിനോമിയൽ അതിൻ്റെ കൂടെ ഇനി ഫങ്ഷൻ ഡി എക്സ് വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പോളിനോമിയൽ എന്ന് അറിയണമല്ലോ. അപ്പോൾ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താ? പോളിനോമിയൽസിൽ കുറേ ആൾക്കാർ കാണും, വേരിയബിൾസ് കാണും. വേരിയബിൾസ് വേണം എന്ന് നിർബന്ധം നമുക്ക് കാണിക്കാം. വേരിയബിൾസ് കാണും, പവേഴ്സ് കാണും. പവേഴ്സ് ഹോൾ നമ്പേഴ്സിലായിരിക്കും അല്ലേ, ഹോൾ നമ്പേഴ്സിലായിരിക്കും പവേഴ്സ് ഉണ്ടാവുക. 0, 1, 2 എക്സെട്ര. അപ്പം ഇവരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോമിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക, പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2x+1 ഒരു പോളിനോമിയലാണ്. അതുപോലെ തന്നെ x³ - 4x+1 ഒരു പോളിനോമിയലാണ്. കാരണം എന്താ, ഒരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പവർ ഒരു ഹോൾ നമ്പറാണ്. ഇപ്പോൾ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, x⁻1. ഇവിടെ x³ 3 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. 0യും വരുന്നുണ്ട്, 0, 1, 2 വന്നാൽ അത് പോളിനോമിയൽ, അപ്പം ഇവിടെ 0 ആണ്. അപ്പം നോക്കിക്കേ, 5 ഒരു പോളിനോമിയലാണ്. കാരണം 5⁻0 എന്നുള്ള പവർ അവിടെ വരുന്നത്, പവർ 0യാ, അപ്പോൾ അതൊരു പോളിനോമിയലാണ്. പക്ഷേ 2⁻⁻x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല, കാരണം ഇതൊരു എക്സ്പോണൻഷ്യൽ ടേമിലാണ് കൊടുത്തേക്കുന്നത്. അതപ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യൽ, അതായത് എക്സ് വന്നാൽ അത് എന്താണ് മുഴുവനായിട്ടത് പോളിനോമിയലാണെന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2⁻⁻x ആണെങ്കിൽ അത് എക്സ്പോണൻഷ്യലിൻ്റെ ടേമിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്
നമ്മുടെ കൂടെ വരുന്നത് 2⁻⁻x sin x എന്ന് പറയുന്ന ഒരാളിനെയാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പകരം x² + 1 sin x അല്ലെങ്കിൽ x³ sin x അല്ലെങ്കിൽ x⁻⁹ tan x cos x ഇങ്ങനെയൊക്കെ വരുവാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ഈ സിമ്പിൾ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മിസ് ഉദ്ദേശിക്കണത്. ഓക്കെ ആണോ? ഇത് ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്തേ? x² sin x ആണ്. അപ്പോൾ നമ്മൾ I ലേറ്റ് എന്നുള്ള ഇത് വെച്ചിട്ട് ആദ്യം നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഏതായാലും ഇൻവേഴ്സ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ലോഗും വന്നിട്ടില്ല. ഓൾജിബ്രിക് ഉണ്ട്, എക്സ്പോണൻഷ്യലും ഇല്ല. അപ്പോൾ ഓൾജിബ്രിക് ഫംഗ്ഷനെ ആദ്യം എഴുതി, ട്രിഗ്നോമെട്രീനെ രണ്ടാമത് എഴുതി. അങ്ങനെ തന്നെ ആ ക്വസ്റ്റ്യൻ കിടക്കുന്നത്, അതുകൊണ്ട് മാറ്റേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ എഴുതുക. ഇനി നോക്കി, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x², സെക്കൻഡ് ടേം എന്ന് പറയുന്നത് sin nx. അപ്പോൾ ഇത് എൻ്റെ u, ഇത് എൻ്റെ v. ഇതെൻ്റെ u, ഇതെൻ്റെ v. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ നോക്കിക്കേ, uv1 നോക്കിയാൽ മക്കളെ, uv1 അതായത് u എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതാണ് എൻ്റെ u, ഇതാണ് എൻ്റെ v. അപ്പോൾ ആദ്യം തന്നെ uv1 ആണ്. അപ്പോൾ യുവിനെ x² ഞാൻ അങ്ങനെ തന്നെ എഴുതി. v1 എന്ന് പറയുന്നത് നോക്കി, ഇൻ്റഗ്രൽ v, അതായത് v എന്ന് പറയുന്നത് നമ്മുടെ sin nx ആണ്. sin എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -cos x. അപ്പോൾ ഞാനത് -cos x എന്ന് എഴുതി. n കൂടെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ -cos nx/n. ഓക്കെ, ഇനി ഇതിൻ്റെ സൈൻ മാറണം. ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, u∼-v4 അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഫസ്റ്റ് എഴുതി, സെക്കൻഡ് എഴുതി. ഇനി അടുത്തത് -u'. എന്ന് വെച്ചാൽ ഇത് u, ഇത് v. u' എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റഗ്രൽ ചെയ്യുക, ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക യുവിനെ. അതായത് u x² ആണ്, x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ആയി, 2x. ഇനി v2 എന്ന് വെച്ചാൽ v1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള. v1 ആണ് -cos nx/n. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് sin x ആണ്. മൈനസ് അവിടെ തന്നെ കിടന്നോട്ടെ, അതുകൊണ്ട് sin nx/n എന്നായി, sin nx/n. ഓക്കെ, ഇനിയും പ്ലസ് ഇട്ടു. u'(v3) എന്നാണ്. u' 2x ആണ്. അങ്ങനെയാണെങ്കിൽ u'' എന്ന് വെച്ചാൽ എന്താകും? ux 2x എന്ന് പറയുന്നത് 2x²/2 എന്നാകത്തില്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ? 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ വീണ്ടും x² അത് വരും. ഓക്കെ, അതിനുശേഷം v3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. -sin nx/n എന്നായിരുന്നു കിടന്നത്. അപ്പോൾ -cos nx/n² എന്നായി, കാരണം 2n ഉണ്ട്, ലാസ്റ്റ് അത് n² ആയി. ഇത് മനസ്സിലായില്ലേ? ഒന്നുകൂടെ ചെയ്ത്, ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഫൈനൽ ഇതെല്ലാം എടുത്തെഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് വരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ x² cos nx dx ഒന്ന് ഹോംവർക്ക് ചെയ്യുമോ? വേണ്ട, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് മിസ്സിന് അറിഞ്ഞുകൂടാ. ഒന്ന് നോക്കുമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുമോ? മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാനത് എഴുതി ഷോർട്സിലിടാം. നോക്കിക്കേ, കണ്ടോ? അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാനെന്ന് ഉദ്ദേശിച്ചത്. ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെയാണെന്നും കാണിച്ചു. ഓക്കെ, പിന്നെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഇൻ്റഗ്രേഷൻ, ഈ ഒരു ആൾക്കാരെയും കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ, എന്ന് എഴുതി വെച്ചോ. നമ്മൾ പഠിക്കാൻ നേരം ഇത് പറയും കേട്ടോ. ഇൻ്റഗ്രൽ 0 തൊട്ട് 2π വരെ, അതായത് ഫൊറിയർ സീരീസിൻ്റെ പ്രത്യേകത, നമ്മൾ ഫൊറിയർ എക്സ്പാൻഷൻസ് എഴുതണം. അവരെല്ലാവരും നമ്മളൊരു ഇൻ്റഗ്രലിലായിരിക്കും, ക്വസ്റ്റ്യൻ ഓൾറെഡി ഒരു ഇൻ്റഗ്രലിലായിരിക്കും തരുന്നത്, അല്ല ഇൻ്റർവെല്ലിലായിരിക്കും തരുന്നത് 0 തൊട്ട് 2π വരെ.
അങ്ങനെ. അപ്പോൾ 0 തൊട്ട് 2π വരെ ഇൻ്റഗ്രേഷൻ സൈൻ n പൈ എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. കോസ് ഇത് സൈൻ n² ആണെങ്കിൽ പൈ, കോസ് സ്ക്വയർ ആണെങ്കിൽ പൈ, സൈൻ nx സൈൻ mx ആണെങ്കിൽ 0, കോസ് nx കോസ് mx ആണെങ്കിൽ 0. ഇതൊന്ന് ജസ്റ്റ് പഠിച്ച് അല്ലെ എഴുതി വെച്ചേക്ക്. ഇപ്പം പഠിക്കേണ്ട, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ എടുക്കും. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയ ക്ലാസ് ആയിരുന്നു. ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.